ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കനത്ത മഴ. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം കയറി. ഹൈദരാബാദ് ബംഗളൂരു ദേശീയപാതയിൽ റോഡ് ഒലിച്ചുപോയി. ബസ് അപകടത്തിൽപ്പെട്ടു. കൃഷ്ണ നദിയിൽ ജലനിരപ്പ് ഉയർന്നു. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും മഴക്കെടുതി രൂക്ഷമാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പല ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആന്ധ്രയിലെ വിജയവാഡ, ഗുണ്ടൂർ മേഖലകളിലൊക്കെ ഇന്ന് റെഡ് അലേർട്ടാണ്. ഹൈദരാബാദ് നഗരത്തിൽ ഓറഞ്ച് അലേർട്ടും ആണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് ആന്ധ്രയിൽ ഏറ്റവും പ്രധാനം കൃഷ്ണാനദിയിലൊക്കെ വലിയ തോതിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. പ്രകാശം ബാരേജിൽ, കൃഷ്ണാനദിയിലെ വിജയവാഡയിലെ പ്രകാശം ബാരേജിൽ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വെള്ളം പുറത്തേക്ക് വിടുന്ന ഒരു അവസ്ഥയൊക്കെയുമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുമുണ്ട്. അതിനിടയിലാണ് ബംഗളൂരു ഹൈദരാബാദ് ദേശീയപാതയിൽ പലയിടത്തും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഗഡ്ചർല എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു തടാകം കരകവിഞ്ഞ് വെള്ളം കുത്തിയൊലിച്ചു വന്ന് ദേശീയപാത ഒലിച്ചു പോകുന്ന, റോഡ് ഒലിച്ചു പോകുന്ന സ്ഥിതിയുണ്ടായി. ഇതറിയാതെ മുന്നോട്ടെടുത്ത ഒരു ബസ് ഈ കുഴിയിൽ, റോഡ് ഒലിച്ചുപോയുണ്ടായ ആ കുഴിയിൽ അകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ ഉടൻ തന്നെ പ്രദേശവാസികളെത്തി രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ഏതായാലും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇതുവരെ ആയിട്ടില്ല. പല പ്രദേശങ്ങളും, താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. മഴക്കെടുതിയെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ നേരിടാൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉന്നതതല യോഗം അമരാവതിയിൽ വിളിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കൃഷിനാശം വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. കർഷകർക്കൊക്കെ കൃത്യമായിട്ടുള്ള ധനസഹായം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്നു. അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ വീടിന് കേടുപാടുകൾ പറ്റിയവർക്കെല്ലാം അത് നന്നാക്കി കൊടുക്കാനുള്ള നടപടികളും ഉണ്ടാകുമെന്നും ആന്ധ്ര സർക്കാർ അറിയിക്കുന്നുണ്ട്. തെലങ്കാന സർക്കാരും മഴക്കെടുതിയെ നേരിടാൻ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നുവെന്നാണ് തെലങ്കാന സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇപ്പോഴും പല ഭാഗങ്ങളിലും മഴ തുടരുന്നു. അതൊരു ഭീഷണിയായി, ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്.